അവാർഡുകളും താരങ്ങളുടെ ഗ്ലാമറസ് ലുക്കും ചർച്ചയാവേണ്ടിയിരുന്ന ഗ്രാമി വേദി. എന്നാൽ ഇത്തവണത്തെ അവാർഡ് നിശയിൽ ലോകമെമ്പാടുമുള്ള ക്യാമറ കണ്ണുകൾ കുടുങ്ങിയത് ഒരു ചെറിയ പിന്നിലാണ്. ലോസ് ഏഞ്ചലസിലെ റെഡ് കാർപ്പറ്റിൽ നിരവധി താരങ്ങൾ ധരിച്ച ഐസ് ഔട്ട് എന്നെഴുതിയ പിന്നുകൾ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ല, മറിച്ച് അമേരിക്കയിൽ മാറിക്കൊണ്ടിരിക്കുന്ന കുടിയേറ്റ നയങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരായ തുറന്ന രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു. ജസ്റ്റിൻ ബീബർ, ഹെയ്ലി ബീബർ, ബ്രാൻഡി കാർലൈൽ, ജോണി മിച്ചർ എന്നിവരടക്കം നിരവധി പ്രമുഖർ ഈ പിന്നുകൾ ധരിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ICE രാജ്യത്തുടനീളം നടത്തുന്ന കർശന റെയ്ഡുകളും നാടുകടത്തലുകളും കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ICE നടപടിക്കിടെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മിനിയാപോളിസ് സ്വദേശി റെനി ഗുഡിന്റെ മരണം അമേരിക്കൻ സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ ഉലച്ച സംഭവമായിരുന്നു. കൂടാതെ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ട്രംപ് ഭരണകാലത്ത് ICE റെയ്ഡുകളിൽ വലിയ തോതിലുള്ള വർധനവാണ് ഉണ്ടായത്. സ്കൂളുകളും ആശുപത്രികളും വരെ സുരക്ഷിതമല്ലാതായി മാറിയെന്ന ആരോപണങ്ങൾ വ്യാപകമായി ഉയർന്നു. ഈ സാഹചര്യത്തിൽ കലാകാരന്മാർ നിശബ്ദരായി നിൽക്കാൻ തയ്യാറായില്ല. അതിന്റെ ഭാഗമായാണ് ബി ഗുഡ് ക്യാമ്പയിനുകളും ഐസ് ഔട്ട് പിന്നുകളും ഗ്രാമി വേദിയിലേക്ക് എത്തിയത്. പ്രതിഷേധം റെഡ് കാർപ്പറ്റിൽ മാത്രം ഒതുങ്ങിയില്ല. അവാർഡ് സ്വീകരിക്കുന്ന വേളയിൽ തന്നെ നിരവധി കലാകാരന്മാർ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞു. മോഷ്ടിച്ച ഭൂമിയിൽ ആരും നിയമവിരുദ്ധരല്ല എന്ന ബില്ലി ഐലിഷിന്റെ വാക്കുകൾ അമേരിക്കയുടെ കോളനിവൽക്കരണ ചരിത്രത്തെയും തദ്ദേശീയ ജനത അനുഭവിച്ച മുറിവുകളെയും വീണ്ടും ഓർമ്മിപ്പിക്കുകയായിരുന്നു. പുതുമുഖ കലാകാരിയായി അംഗീകരിക്കപ്പെട്ട ഒലിവിയ ഡീൻ തന്റെ കുടുംബത്തിന്റെ കുടിയേറ്റ പാരമ്പര്യമാണ് പങ്കുവച്ചത്. ആധുനിക അമേരിക്ക കെട്ടിപ്പടുക്കുന്നതിൽ കുടിയേറ്റക്കാർ വഹിച്ച നിർണായക പങ്ക് അവർ എടുത്തു പറഞ്ഞു. ഓരോ വാക്കിലും ഭരണകൂടത്തോടുള്ള വിമർശനവും സാധാരണ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യവും വ്യക്തമായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ സമൂഹം അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയെക്കുറിച്ച് ബാഡ് ബണ്ണി മാതൃഭാഷയിൽ നടത്തിയ പ്രസംഗം ആഗോള ശ്രദ്ധ നേടി. ICEയുടെ നടപടികൾ കുടുംബങ്ങളിൽ ഏൽപ്പിക്കുന്ന മാനസികവും സാമൂഹികവുമായ മുറിവുകളെക്കുറിച്ച് കെഹ്ലാനി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു. 5 വയസ്സുകാരനായ ലിയാം കൊനജോ റാമോസിനെ മാസങ്ങളോളം തടങ്കലിൽ വെച്ച സംഭവം, നഴ്സ് അലക്സ് പ്രെറ്റിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, ഇതൊക്കെയാണ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങളെക്കുറിച്ച് അമേരിക്കൻ ജനതയെ വീണ്ടും ചിന്തിപ്പിക്കുന്ന സംഭവങ്ങളായി മാറിയത്. എന്നാൽ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ കർശന കുടിയേറ്റ നിയമങ്ങൾ അനിവാര്യമാണെന്ന നിലപാടിലാണ് ഭരണകൂടം. ICE ലക്ഷ്യമിടുന്നത് അക്രമപരമായ കുറ്റവാളികളെയാണെന്നും നിയമം നടപ്പാക്കുക മാത്രമാണ് ഏജൻസിയുടെ ഉത്തരവാദിത്തമെന്നുമാണ് ട്രംപ് സർക്കാരിന്റെ വാദം. എന്നാൽ മനുഷ്യാവകാശ സംഘടനകളും വലിയൊരു വിഭാഗം ജനങ്ങളും ഈ വാദങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ചുരുക്കത്തിൽ ഈ ഐസ് ഔട്ട് പിന്നുകൾ അമേരിക്ക ഇന്ന് നേരിടുന്ന വലിയൊരു മനുഷ്യാവകാശ ചോദ്യത്തിന്റെ ചിഹ്നമായി മാറുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.